കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സച്ചിയും രേവതിയും ഒന്നാകുന്ന ആ ഒരു മുഹൂർത്തമൊക്കെ വരികയാണ്. എന്തായാലും നമ്മുടെ കഥ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് സുധിയെ തന്നെയാണ് കേട്ടോ. അപ്പൊ സുധിയാണെങ്കിൽ ഭയങ്കര നിരാശയിലാണ്. ഉണ്ടായിരുന്ന ഒരു ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര സങ്കടമൊക്കെയാണ്. ഇനി താൻ എന്ത് ചെയ്യും? കല്യാണം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പം ജീവിക്കണമെങ്കിൽ ഒരു ജോലിയൊക്കെ വേണമല്ലോ. എത്ര കാലമാണ് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ശ്രുതിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം. ആ ഒരു തീരുമാനത്തിന്റെ പുറത്ത് അവനാണെങ്കിലോ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്നതും ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ കണ്ടതും ഭയങ്കര സന്തോഷമൊക്കെ ആയി. അവൾ പറയുന്നുണ്ട്, ദേ ശ്രുതി ഇങ്ങ് വാ, ഇന്നെന്തോ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോ? എടോ എനിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ തന്നോട് പറയാനുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം നീ ഇവിടെ ഇരുന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേ ഇപ്പൊ എന്തായാലും ഞാൻ വളരെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഈ ഹെഡൊന്ന് മസാജ് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കുക. അപ്പൊ തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിലോ വേണ്ട, എന്തായാലും എൻ്റെ മാനസികാവസ്ഥ ഇപ്പം അത്തരത്തിലുള്ളതൊന്നും അല്ല. അതുകൊണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം, അതും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ്. അപ്പൊ ശ്രുതി ഇത്രയും സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്കിനും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, എന്താ നിന്റെ പ്രശ്നം? എന്തായാലും എന്നോട് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അവൻ ജോലി സ്ഥലത്തുണ്ടായ ആ വിഷയങ്ങളെല്ലാം അവളോട് പങ്കുവെക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കിട്ടിയ ജോലിയായിരുന്നു, അതും പോയി. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ്? എനിക്ക് കണ്ടകശനിയാണെന്നാണ് തോന്നുന്നത്. ഞാൻ ചെല്ലുമ്പോഴൊക്കെ എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് എനിക്ക് അനുഭവം എന്നൊക്കെ പറഞ്ഞ് അവൻ വളരെ സങ്കടത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം ശ്രുതി, ഈ ഇത്തരം കാര്യത്തിനാണോ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്തിനാണ് വിഷമിക്കുന്നത്? ദേ ശ്രുതി, നിനക്ക് അത്യാവശ്യം വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളതല്ലേ? അതുകൊണ്ട് ഇനിയും ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ജോബ് കിട്ടും. ഇനി അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ സ്പാ അങ്ങ് നടത്താം. അപ്പൊ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അത് വിചാരിച്ചിട്ട് എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അതുകൊണ്ട് ദേ ഇനി ഇങ്ങനെയൊന്നും ഞാൻ കാണരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി വലിയ കാര്യത്തിന് സംസാരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് കലാവതി മുത്തശ്ശിയെയും അതുപോലെ തന്നെ നമ്മുടെ പാറക്കുട്ടി അമ്മയുമാണ്. അപ്പൊ രണ്ടുപേരും കൂടി സച്ചിയും രേവതിയും ഇനി ഒരുമിപ്പിച്ചിട്ടേ തങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ദേ അവരെ നമുക്ക് നാളെ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ടു പോകണം. അറിയാലോ ക്ഷേത്രത്തിന്റെ പ്രത്യേകത, കല്യാണം കഴിഞ്ഞ് വരുന്ന നവദമ്പതികൾ ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരൊരു കാലത്തും പിരിയാത്ത വിധം അത്രയധികം അടുത്ത് തന്നെ നിൽക്കും എന്നുള്ള കാര്യമൊക്കെ പാറക്കുട്ടി അമ്മ നമ്മുടെ കലാവതി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി ആ ഒരു തീരുമാനം എടുത്തു. അപ്പൊ രേവതിയോടും സച്ചിയോടും ഒക്കെ രാവിലെ തന്നെ റെഡിയായിക്കോളാനും അങ്ങ് ഓർഡർ ഇടുകയാണ്. ഇപ്പൊ ഈ സമയമാണെങ്കിലോ നമ്മുടെ വർഷത ശ്രീകാന്ത് ഉണ്ടാക്കുന്ന ഫുഡും വെയിറ്റ് ചെയ്ത് അവിടെ അങ്ങനെ കാത്തിരിക്കുകയാണ്. ദോശയിൽ തന്നെയാണ് ശ്രീ ആ ഒരു ഷവർമ്മ പരീക്ഷണം നടത്തുന്നത്. എന്തായാലും ഷവർമ്മ കഴിക്കുന്ന ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണല്ലോ ഇത്. പക്ഷേ നമ്മുടെ വർഷയ്ക്കൊന്നും സംഭവിക്കുന്നൊന്നും ഇല്ല കേട്ടോ. വർഷയാണെങ്കിലോ ആസ്വദിച്ച് ആ ഒരു ഫുഡ് കഴിക്കുകയാണ്. അതെ, എത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് ഇത്. ദേ ഒരു കാര്യം ചെയ്യണം ചേട്ടാ, ആ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് ഇതുണ്ടാക്കിയ ആളോട് പ്രത്യേക ഒരു അഭിനന്ദനം പറയണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അയാളുടെ നമ്പർ ഒന്ന് എനിക്ക് വാങ്ങിത്തന്നാലും മതി. എനിക്ക് വളരെയധികം ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അവളങ്ങ് പറയുകയാണ്. അപ്പം നമ്മുടെ ശ്രീകാന്തിന് കോള് കണക്ട് ചെയ്തു. അങ്ങനെ ശ്രീയുമായിട്ട് വർഷ സംസാരിക്കുമ്പോഴത്തേക്കിനും വർഷ പറയുന്നുണ്ട്, ഞാൻ ആദ്യം വിചാരിച്ചു ദോശ എന്ന് പറയുന്ന ഐറ്റം എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ വിചാരിച്ചതിലും ഗംഭീരമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് നല്ല കൈപ്പുണ്യം ഉണ്ട് കേട്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം ഒരു ഷെഫായത് കൊണ്ട് തന്നെ നമ്മുടെ ശ്രീകാന്തിന് വലിയ സന്തോഷമൊക്കെ ആയി. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുക. അപ്പം ഇനിയും ഞാൻ നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് തന്നെയായിരിക്കും ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ ഒരു സംസാരമൊക്കെ കഴിയാണ്. അതിന് ശേഷമാണെങ്കിലോ സച്ചിയെയും രേവതിയും കൂട്ടിയിട്ട് നമ്മുടെ മുത്തശ്ശിയും പാറക്കുട്ടി അമ്മയും കൂടി ക്ഷേത്രത്തിലെത്തി. അപ്പൊ ക്ഷേത്രത്തിലെത്തിയതും ഇവർ രണ്ട് തളികകളിൽ കുറച്ച് പൂക്കളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ക്ഷേത്രത്തിലെത്തിയ പാടെ തന്നെ അവിടെ പൂക്കച്ചവടം ചെയ്യുന്ന ചേച്ചിയെ കണ്ടതും രേവതി ആണെങ്കിലും തൻ്റെ സ്വന്തം തട്ടകത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ അതേ തൊഴിൽ ചെയ്യുന്ന ഒരാളെ കണ്ടപ്പോഴത്തേക്കിനും ഓടി അങ്ങ് ചെല്ലുകയാണ്. ആ ചേച്ചി അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട്, ഈ പൂക്കളൊക്കെ എവിടുന്നാ ചേച്ചി? ഇവിടെ അടുത്ത് പാടങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ശരിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ മോളെ, ഇതൊക്കെ നമ്മുടെ അടുത്ത് തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന പൂക്കളാണ്.
ചേച്ചി ഞങ്ങൾക്ക് നാട്ടില് ഇതുപോലെ തന്നെ ഒരു പൂക്കടയൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പൂക്കളാണ്. ഇതിപ്പം ഇത്രയും അടുത്ത് തന്നെ ഇങ്ങനെ പൂക്കളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വലിയ സന്തോഷമാണല്ലോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ ചേച്ചിയാണെങ്കിൽ നമ്മുടെ രേവതിക്ക് തലയിൽ ചൂടാൻ വേണ്ടി കുറച്ച് മുല്ലപ്പൂവൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ അവൾ പക്ക ഹാപ്പിയായി ഇതാ ക്ഷേത്ര ദർശനത്തിന് ചെല്ലുന്ന സമയം ആ ഗ്രാമത്തിന്റെ ഭംഗിയും അതിന്റെ ആ ഒരു തനിമയും ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും പുള്ളിക്കാരിക്കാണെങ്കിലോ അവിടെ ഫുള്ളും കറങ്ങി നടക്കാൻ ഒരു മോഹം തോന്നുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുന്ന ആ ഒരു സമയത്താണെങ്കിലും മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ദേ നമുക്ക് ക്ഷേത്രത്തിൽ പോയി വഴിപാടും കാര്യങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷം ഇവിടെ പുറത്തൊക്കെ നടന്ന് കാണാം. അച്ഛമ്മയും നിന്റെ കൂടെ വരാമെന്നും പറഞ്ഞ് മുത്തശ്ശി കൈയോട് കൂടി അവളെ ക്ഷേത്രത്തിനകത്ത് കൊണ്ടുപോവുകയാണ്. സച്ചിയുടെയും രേവതിയുടെയും പേരിൽ പ്രത്യേക പൂജയും വഴിപാടും ഒക്കെ മുത്തശ്ശി കഴിപ്പിക്കുകയാണ്. തിരുമേനിയും വന്ന് സംസാരിക്കുന്നുണ്ട്. ആഹാ, കലാവതിയുടെ കൊച്ചുമോന്റെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ, എങ്ങനെ ഇതാണോ വൈഫ് എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, ഇത് തന്നെയാണ് എൻ്റെ കൊച്ചുമോള്, ഇതാ രേവതി എന്നാണ് പേര് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പൊ സച്ചിയും ഒക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. സച്ചിക്കും വലിയ സന്തോഷമൊക്കെ ആയി. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടന്നു. അതിനുശേഷമാണെങ്കിലോ മുത്തശ്ശിയോടൊപ്പം തന്നെ നമ്മുടെ രേവതിയാണെങ്കിൽ അവിടെ ആ ഒരു അമ്പലത്തിന് ചുറ്റുമൊക്കെ ഇങ്ങനെ വലം വയ്ക്കുന്ന സമയത്ത് അവിടെ വെച്ച് അവിടെ ഒരു മണി ഇങ്ങനെ കാണുകയാണ്. അപ്പൊ ക്ഷേത്രത്തിലെ പ്രത്യേകതകളൊക്കെ ഉള്ള ക്ഷേത്രമാണെന്ന് മുത്തശ്ശി പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി ആ മണി കണ്ടിട്ട് എനിക്ക് അടിക്കാൻ തോന്നുന്നുണ്ട്, ഞാനൊന്ന് അടിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ മോളെ, അതൊക്കെ അടിക്കാൻ തന്നെ വെച്ചിരിക്കുന്നതാണ്, എന്തായാലും നീ പോയി ആ മണി അടിച്ചോ എന്ന് പറയുക. അപ്പൊ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരിയാണെങ്കിലോ മണി അടിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് എത്ര ശ്രമിച്ചിട്ടും അവൾക്കാണെങ്കിലോ അത് എത്തുന്നേ ഇല്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കലാവതി മുത്തശ്ശിയും അതുപോലെ പാറക്കുട്ടി അമ്മയും കൂടി പറയുന്നുണ്ട്, സച്ചി എടാ മോനെ നീ അവളെ ഒന്ന് സഹായിക്കടാന്ന് പറയുക. അപ്പൊ സച്ചിയാണെങ്കിലോ ഇവളിതെന്താ ഈ കാണിക്കുന്ന മുത്തശ്ശി, തവള ചാടുന്ന കൂട്ട് ചാടിക്കൊണ്ടിരിക്കുന്നു. എടി നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കുറേശ്ശെ ഫുഡ് കഴിക്കാനായിട്ട്, ഇപ്പൊ വന്ന് നീ ഒരു ഗുണ്ടുമായി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കളിയാക്കുകയാണ്. അപ്പൊ രേവതി ഇത് കണ്ടോ അച്ഛമ്മ എന്നെ കളിയാക്കുന്നതെന്നും പറഞ്ഞ് അവൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും, മോനെ നീ അവളെ ഒന്ന് സഹായിക്കടാ. അയ്യേ ഇവിടെ വെച്ച് ഞാൻ സഹായിക്കാനോ, അങ്ങനെയൊന്നും വേണ്ട, വേണേലൊരു കാര്യം ചെയ്യാം, ഞാനൊരു കസേര കൊണ്ടുവന്ന് ഇവൾക്ക് കൊടുക്കാമെന്നുള്ള കാര്യമൊക്കെ സച്ചി പറയുമ്പം കസേരയാണെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് മുത്തശ്ശിയും പാറക്കുട്ടി അമ്മയും കൂടി അവിടെ വെച്ചൊരു ഉടായ്പ പരിപാടി ഒപ്പിക്കുകയാണ്. എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ ചേച്ചിയോട് അപ്പോഴേ പറഞ്ഞില്ലേ, ചേച്ചിയുടെ കൊച്ചുമോൻ ഈ കാണുന്നത് പോലെ തണ്ടും തടിയും ഒക്കെ മാത്രമേ ഉള്ളൂ, ഇവന് വലിയ ബലമൊന്നും ഇല്ലെന്നേ. അല്ലെങ്കിൽ പിന്നെ ഇപ്പതാ രേവതി മോൾ ഇത്രയും കിടന്ന് ചാടി കളിച്ചിട്ട് അവളെ എടുത്ത് ആ മണിയൊന്നും അടിക്കാൻ സഹായിക്കൂലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മുത്തശ്ശിയാണെങ്കിലോ ഇത് കണ്ടോടാ, നിന്നെ പറ്റി പാറുക്കുട്ടിയമ്മ പറയുന്നത് കേട്ടോന്ന് ചോദിച്ച് സച്ചിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോ, ആഹാ പാറുക്കുട്ടിയമ്മ അത്രയ്ക്കായി, ദേ എൻ്റെ ബലം എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം പാറുക്കുട്ടിയമ്മയ്ക്ക് ഞാൻ ഇപ്പം കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഓടിപ്പോയി നമ്മുടെ രേവതിയെ എടുത്തങ്ങ് പൊക്കുകയാണ്. പൊക്കിയ സമയത്താണെങ്കിലോ കിട്ടിയ അവസരം പുള്ളിക്കാരി പാഴാക്കുന്നില്ല. അങ്ങനെ ആ ഒരു മണി അങ്ങ് അടിക്കുമ്പോൾ അവളുടെ ആഗ്രഹം അങ്ങ് സാധിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഇവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി വർക്കൗട്ട് ആകുകയാണ്. രണ്ടുപേരും കണ്ണിൽ നോക്കി നിൽക്കുന്ന ഒരു സീൻ, നമ്മുടെ മുത്തശ്ശിക്കും പാറുക്കുട്ടി അമ്മയ്ക്കും വരെ നാണം വരുന്നൊരു സീൻ. അത്തരത്തിലുള്ള സൂപ്പർ ഹിറ്റ് വിശേഷമാണ് നാളെ വരുന്നത്. അപ്പം ആരും മിസ് ചെയ്യരുത്. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്